പിതാവ് ലൂക്കോസ് ഇനിയില്ല എന്ന സത്യം വിശ്വസിക്കാനാകുന്നില്ല മകൾ ലിഡിയയ്ക്ക്. കത്തിക്കരിഞ്ഞ ലൂക്കോസിന്റെ മൃതദേഹം കണ്ടപ്പോൾ അത് തന്റെ പപ്പയല്ല എന്ന് വിശ്വസിക്കാനാണ് അവൾ ആഗ്രഹിച്ചത്. രാവിലെ 8 മണിയോടെ വീട്ടിലേക്ക് ലൂക്കോസിന്റെ മൃതദേഹം എത്തിച്ചു. പ്രാർത്ഥനാ ശുശ്രൂഷകൾ, പൊതുദർശനം, ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അന്ത്യാഞ്ജലി നേർന്നു. ഉച്ചയ്ക്ക് 12:30 പള്ളി സെമിത്തേരിയിൽ നിത്യവിശ്രമം. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ മകൾക്കായി വാങ്ങിയ മൊബൈൽ ഫോൺ സമ്മാനിക്കാൻ ലൂക്കോസിനായില്ല. അദ്ദേഹത്തിന് ഒരു അന്ത്യശുഭ്ര നൽകാൻ കുടുംബത്തിനും സാധിച്ചില്ല. 1.5 മാസം മുൻപാണ് കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജ് എഞ്ചിനീയർ കുപ്പായം അണിഞ്ഞ് കുവൈറ്റിലെത്തുന്നത്. കുറച്ചുകാലം ഗൾഫിൽ ജോലി ചെയ്ത ശേഷം അധ്യാപന ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ സ്വപ്നങ്ങൾ തീയിൽ കത്തിയെരിഞ്ഞു. ഒന്നര മാസങ്ങൾക്ക് മുൻപ് വലിയ പ്രതീക്ഷയോടെ കുവൈറ്റിലേക്ക് സാജൻ കടന്നുപോയ വഴിയാണ്. ഇന്ന് ആ വഴി സാജന്റെ വീട്ടിൽ ജീവന്റെ ശരീരമായി അയാൾ തുടരുകയാണ്. സാജൻ കണ്ട സ്വപ്നം, അദ്ദേഹത്തിന്റെ കുടുംബം കണ്ട സ്വപ്നം എല്ലാം ശൈശവത്തിൽ കൊഴിഞ്ഞു പോവുകയാണ്. കുവൈറ്റിൽ സൂപ്പർവൈസറായിരുന്ന കണ്ണൂർ കുറവ സ്വദേശി അനീഷിനും ഇനി വിശ്രമിക്കാം. 20 വർഷത്തെ പ്രവാസ ജീവിതം ചിതയെടുത്തു. മക്കളിലൂടെ മടക്കമില്ലാത്ത മരുഭൂമിയിലേക്ക്. രണ്ട് പതിറ്റാണ്ട് നീണ്ട പ്രവാസ ജീവിതം എല്ലാം അവസാനിപ്പിച്ച് തിരികെ നാട്ടിലേക്ക് വരാൻ ആലോചിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിത ദുരന്തം അനീഷിൻ്റെ ജീവൻ കവർന്നത്. നാടിനും വീട്ടുകാർക്കും തീരാവേദന സമ്മാനിച്ചാണ് അനീഷ് യാത്രയാവുന്നത്. പത്തനംതിട്ട പന്തളം സ്വദേശി ആകാശ് എസ് നായരുടെ മൃതദേഹവും സംസ്കരിച്ചു. മടിയൂർ കോണത്തെ വീട്ടിൽ നടന്ന ചടങ്ങിൽ സഹോദരിയുടെ മകൻ അശ്വിൻ ചിതയ്ക്ക് തീ കൊളുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.